ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നെഹമ്യാവിൻ്റെ പുസ്തകം നാം ശ്രദ്ധിക്കുമ്പോൾ പുരോഹിതന്മാർ ഇസ്രായേൽ ജനത്തോട് പറയുന്നൊരു വാക്ക് നമുക്കിങ്ങനെ കാണുവാൻ കഴിയും. യഹോവയിങ്കലെ സന്തോഷം നിങ്ങളുടെ ബലമാകുന്നുവല്ലോ. യഹോവയിങ്കലെ സന്തോഷമാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എല്ലായ്പ്പോഴും ബലമായി തീരുവാൻ ഇടയാകുന്നതെന്ന് ആ വാക്യം വളരെ വ്യക്തതയോടെ നമ്മെ ഓർപ്പിക്കുവാനിടയാകുന്നു. നെഹമ്യാവിൻ്റെ പുസ്തകം 8-ാം അധ്യായം 10-ാം വാക്യം. യഹോവയിങ്കലെ സന്തോഷം നിങ്ങളുടെ ബലമാകുന്നുവല്ലോ. ഈ നാളുകളിൽ നമ്മുടെ ജീവിതത്തിൽ നാം കർത്താവിൽ ബലപ്പെടുവാൻ തക്കവണ്ണം കർത്താവിൽ സന്തോഷിക്കുന്നവരായി തീരുവാൻ നമുക്കിടയാകട്ടെ. മാനുഷിക ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതികൂലങ്ങളും കഷ്ടങ്ങളും ഒക്കെ ഉണ്ട് എന്നുള്ളത് സത്യമായ കാര്യമാണ്. ലോകം നമുക്ക് അനുകൂലമല്ല. ലോകം നമുക്ക് പ്രതികൂലത വരുത്തുവാൻ ശക്തിയോടെ പ്രവർത്തിക്കുന്ന അനുഭവമാണ്. മാത്രമല്ല, ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർക്കെല്ലാം ഉപദ്രവങ്ങളുണ്ട് എന്നുള്ളതും തിരുവെഴുത്ത് നമ്മെ ഓർപ്പിക്കുന്നു. നാം വിശ്വാസത്തിൽ നിലനിൽക്കുവാൻ മാത്രമല്ല അനേക കഷ്ടങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ കടക്കേണ്ടവരാണെന്നും നാം ഉണരുവാനിടയാകുന്നു. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്നതായ കഷ്ടങ്ങളിലും പ്രയാസങ്ങളിലും പ്രതികൂലങ്ങളിലും പ്രശ്നങ്ങളിലുമൊക്കെ ധൈര്യത്തോടെ നമുക്ക് മുൻപോട്ട് പോകുവാൻ കഴിയണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു ബലം ആവശ്യമാണ്. അങ്ങനെ ഒരു ബലം ഉണ്ടെങ്കിൽ മാത്രമേ നാം മുന്നോട്ട് പോകുവാൻ നമുക്കിടയാകത്തുള്ളൂ. നാം സങ്കീർത്തനങ്ങളിൽ വായിക്കുമ്പോൾ ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയുള്ളവരുടെ മനസ്സിലേക്ക് സിയോനിലേക്കുള്ള പെരുവഴികൾ ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെ അവിടെ താഴെ വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയും, അവർ കണ്ണുനീർ താഴ്വരയിലൂടെ കടക്കേണ്ടതായ അനുഭവം ഉണ്ട് എന്ന് ഓർപ്പിക്കുവാനിടയാകുന്നു. അങ്ങനെ കണ്ണുനീർ താഴ്വരയിലൂടെ കടന്നാണ് അവർ മുൻപോട്ട് പോകുവാനിടയാകുന്നത്. ആ കണ്ണുനീർ താഴ്വരയിലൂടെ യാത്ര അവരെ ബലപ്പെടുത്തിയിട്ട് അഥവാ ശക്തി പ്രാപിപ്പാൻ ഇടയാക്കിയിട്ട് ഇതിൻ്റെ അവസാനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും എന്താണ്? അവർ മേൽക്കുമേൽ ബലം പ്രാപിച്ച് സിയോനിൽ ദൈവസന്നിധിയിൽ ചെന്നെത്തുവാനിടയാകുന്നു എന്നാണ് സങ്കീർത്തനങ്ങൾ 84-ന്റെ 6-ാം വാക്യം. അവിടെ ബലം ദൈവത്തിലുള്ള മനുഷ്യൻ ഭാഗ്യവാനെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അവസാനത്തിൽ നമ്മെ ഓർപ്പിക്കുന്നു, മേൽക്കുമേൽ ബലം പ്രാപിച്ച് സിയോനിൽ ദൈവസന്നിധിയിൽ ചെന്നെത്തുവാനിടയാകും. അങ്ങനെയുള്ളവരുടെ ജീവിതത്തിലാണ് അവിടെ നാം കാണുന്നത് അവർ കണ്ണുനീർ താഴ്വരയിലൂടെ നടത്തപ്പെടുവാൻ ഇടയാകേണ്ടവരാണ് എന്ന് നമുക്ക് ഉണരുവാനിടയാകുന്നു. അങ്ങനെയെങ്കിൽ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ നാം കടന്നു പോകുന്ന നമ്മുടെ പാത എന്ന് പറയുന്നത് കഷ്ടവും പ്രയാസവും ദുഃഖവും ദുരിതവും ഞെരുങ്ങവും ക്ലേശവും ഒക്കെ ഉള്ള പാതയാണ്. അല്ലെങ്കിൽ നാം കണ്ണുനീർ താഴ്വരയിലൂടെ തന്നെ കടന്നു പോകേണ്ടവരാണെന്നുള്ളതാണ് സത്യം. ആകയാൽ ആ കണ്ണുനീർ താഴ്വരയിലൂടെ നാം കടന്നു പോകുമ്പോൾ അഥവാ നമ്മുടെ ജീവിതത്തിൻ്റെ ദുഃഖവും നെടുവീർപ്പും ഒക്കെ നാം അനുഭവിക്കുമ്പോൾ അതിൻ്റെ മധ്യേ നമ്മെ ദൈവം ഓർപ്പിക്കുന്നതല്ലെങ്കിൽ ദൈവാത്മാവ് നമ്മെ ഉണർത്തുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നാം ആ കഷ്ടങ്ങളിലും സന്തോഷിച്ചുകൊണ്ട് തങ്ങളുടെ ജീവിതത്തിൽ കർത്താവിങ്കലെ സന്തോഷം തങ്ങളുടെ ബലമാക്കുവാൻ ഇടയാകണമെന്നുള്ളതാണ്. നാം വായിക്കുന്ന കുറിവാക്യത്തിൻ്റെ ആ ഭാഗം നെഹമ്യാവിൻ്റെ പുസ്തകം നാം വായിച്ചാൽ ശ്രദ്ധിച്ചാൽ നമുക്ക് കാണുവാൻ കഴിയും. ഈ വാക്യം അവിടെ പുരോഹിതന്മാർ ഇസ്രായേൽ ജനത്തോട് പറയുമ്പോഴുള്ള അവരുടെ ജീവിതാവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ, അവർ ദൈവസന്നിധിയിൽ കരയുന്നവരായി തീരുവാനിടയാകുകയാണ്. അത് അവരുടെ ജീവിതത്തിൻ്റെ കുറവുകൾ കുറ്റങ്ങളൊക്കെ ഓർത്തുകൊണ്ടാണ്. അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ അവർ തെറ്റുകളെക്കുറിച്ച് ഉണർത്തപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് അവർ കരയുവാനിടയാകുന്നത്. എന്നാൽ ആ കരച്ചിലിൻ്റെ മധ്യേ അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് പുരോഹിതന്മാർ അവരോട് പറയുന്നു, ലേവ്യർ അവരോട് പറയുന്നു, നിങ്ങൾ കരയേണ്ട, പകരം നിങ്ങൾ കർത്താവിൽ സന്തോഷിപ്പിൻ എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിങ്കലെ സന്തോഷം അവരുടെ ബലമാണെന്ന് പറഞ്ഞുകൊണ്ട് അവരോട് പറയുന്നു, ഒരുക്കം കൂട്ടിയിട്ടില്ലാത്തവർക്ക് പകർച്ച കൊടുത്തു വിടുവിനെന്ന് പറഞ്ഞ് എല്ലാവരെയും കർത്താവിൽ സന്തോഷിക്കുന്നവരാക്കി തീർക്കുവാൻ ഉത്സാഹിക്കുന്ന ഒരനുഭവം നമുക്കവിടെ കാണുവാൻ കഴിയും. ഇത് നാം ഏതു നിലയിൽ ഉണരുന്നു എന്ന് ചോദിച്ചാൽ, നമ്മുടെ ജീവിതത്തിൽ കഷ്ടങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഉണ്ട് എന്നുള്ളത് നാം ഉണരുമ്പോൾ, മറുഭാഗത്ത് നമുക്ക് വരുന്നതായ കഷ്ടങ്ങളുടെയും പ്രയാസങ്ങളുടെയും ഒക്കെ ഒരു കാരണം നമ്മുടെ ജീവിതത്തിൽ
ജീവിതത്തിൻ്റെ കുറവുകളും കുറ്റങ്ങളും ഒക്കെ കൂടെ തന്നെയാണ്. ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാകുമെന്ന് പറയുമ്പോൾ ഭക്തിയോടെ ജീവിക്കുന്നത് കൊണ്ട് ഉപദ്രവം ഉണ്ടാകുമെന്നുള്ളത് മാത്രമല്ല, ഭക്തരായി തന്നെ ജീവിക്കുവാൻ വേണ്ടി കർത്താവ് ബാലശിക്ഷയിലൂടെ നടത്തി നമുക്ക് ശിക്ഷ തന്ന് നമ്മുടെ കുറവുകൾ കുറ്റങ്ങളിൽ നിന്നൊക്കെ നാം വിടുവിക്കപ്പെടുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ദൈവം തന്നെ സ്നേഹിക്കുന്ന വ്യക്തികളെ ശിക്ഷിക്കുകയും ശാസിക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്ന അനുഭവത്തിൽ പലവിധമായ ശിക്ഷകളും ശാസനകളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ വരുവാനിടയാകും. അത് നമ്മുടെ കുറവുകൾ നിമിത്തം തന്നെയാണ്. ആ കുറവുകളിൽ നിന്ന് വിടുവിക്കപ്പെടേണ്ടതിനാണ് ദൈവം നമ്മെ ശിക്ഷിക്കുവാൻ ഇടയാകുന്നത്. അപ്പൻ തല്ലാത്ത മകൻ ആരുള്ളൂ എന്ന് കർത്താവ് ചോദിക്കുമ്പോൾ നാമും നമ്മുടെ മക്കളെ തല്ലുന്നെങ്കിൽ അത് കുഞ്ഞുങ്ങളുടെ ജീവിതത്തിന്റെ കുറവ് കണ്ടിട്ട് ആ കുറവിൽ നിന്ന് അവർ വിടുവിക്കപ്പെടുവാൻ വേണ്ടിയാണെന്ന് ഉണരുന്നെങ്കിൽ നമ്മുടെയും ജീവിതത്തിൽ ചില സാഹചര്യങ്ങളിലെങ്കിലും പലവിധമായ പ്രശ്നങ്ങളിലൂടെ കഷ്ടങ്ങളിലൂടെ ഒക്കെ നാം കടന്നു പോകുമ്പോൾ അത് നമ്മുടെ കുറവ് കൊണ്ടാണെന്ന് ഉണർന്ന് ആ കുറവുകളെ സമ്മതിച്ച് ഏറ്റുപറവാൻ നമുക്കിടയാകുമ്പോൾ അന്ന് നെഹമ്യാവിന്റെ പുസ്തകത്തിൽ നാം വായിക്കുന്ന പോലെ ഇസ്രായേൽ ജനത്തോട് സന്തോഷിപ്പാൻ ദൈവം ആവശ്യപ്പെടുന്നത് പോലെ നമ്മുടെയും ജീവിതത്തിൽ നമുക്ക് ഒരു സന്തോഷം ദൈവം തരുവാനിടയാകും. അഥവാ നാമും കർത്താവിൽ സന്തോഷിക്കുന്നവരായി തീരുവാനിടയാകും. ചുരുക്കത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് സാഹചര്യങ്ങളിലും നാം ദൈവത്തോട് അടുക്കുവാൻ ഉത്സാഹിക്കുമ്പോൾ ദൈവത്തെ വിട്ട് നമ്മെ അന്യപ്പെടുത്തുന്ന ജീവിതാനുഭവങ്ങളെ കണ്ടുണർന്ന് അഥവാ ദൈവത്തോട് അടുക്കുവാൻ കഴിയാതെ വണ്ണം നമ്മിലുള്ള അശുദ്ധികളെ കണ്ടുണർന്ന് നാം വിടുതൽ പ്രാപിപ്പാൻ ആഗ്രഹിച്ച് ശുദ്ധീകരണത്തിന് ആഗ്രഹിക്കുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ കഷ്ടവും പ്രയാസവും നമുക്ക് ഉണ്ടായേക്കാം. എന്നാൽ ആ കഷ്ടങ്ങളിലൂടെ തന്നെ നാം കടന്നുപോയി നമ്മുടെ ജീവിതത്തെ വിശുദ്ധീകരിപ്പാൻ നമുക്കിടയാകുമെങ്കിൽ ആ വിശുദ്ധിയിലേക്ക് നാം ഉത്സാഹത്തോടെ പോകുമ്പോൾ ആ വിശുദ്ധിക്കായി ഉണ്ടാകുന്ന കഷ്ടങ്ങൾ അഥവാ അനുസരണത്തിനായി ഉണ്ടാകുന്ന കഷ്ടങ്ങൾ നമുക്ക് സന്തോഷമായി തീരുവാനിടയാകും. സംഖ്യാപുസ്തകം നാം പഠിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയും, ഇസ്രായേൽ ജനത്തിൽ ദൈവത്തോട് അടുക്കുവാൻ യോഗ്യനാരെന്നും ദൈവത്തോട് അടുക്കുവാൻ വിശുദ്ധനാരെന്നും ഒക്കെ ദൈവം കാണിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ദൈവം ചെയ്യുന്ന അത്ഭുതം, ലേവ്യരുടെ കമ്പ് ദൈവസന്നിധിയിൽ വെച്ച് കഴിഞ്ഞത് എടുക്കുമ്പോൾ അത് തളിർത്ത് പൂത്ത് ബദാം ഫലം കായ്ക്കുന്ന അനുഭവത്തിൽ കാണപ്പെട്ടു എന്നാണ്. അങ്ങനെ തളിർത്ത് പൂത്ത് ബദാം ഫലം കായ്ച്ചവരുടെ ജീവിതത്തിലാണ് അവർ വിശുദ്ധരായി കർത്താവിനൊടുക്കുവാൻ യോഗ്യരാണെന്ന് കർത്താവ് കാണിപ്പാനിടയാകുന്നത്. ആ നിലയിൽ തന്നെ നമ്മുടെ ജീവിതത്തെ നാം ചിന്തിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം ഫലമുള്ളവരായി തീരുവാൻ അഥവാ വിശിഷ്ടരായി വിളങ്ങുവാൻ വേണ്ടി ദൈവം നമ്മെ പലവിധമായ പാതയിലൂടെ നടത്തുമ്പോൾ കഷ്ടങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ വരുത്തുന്നത് നാം ദൈവത്തെ അധികമായി സ്നേഹിക്കുന്നവരും ദൈവസന്നിധിയിൽ ദൈവവചന പ്രകാരം ജീവിക്കുവാൻ ദൈവത്തെ സ്നേഹിച്ച് അവൻ്റെ കൽപ്പനകളെ അനുസരിക്കുന്നവരുമായി തീരുവാനൊക്കെയാണെന്ന് വ്യക്തതയോടെ നമുക്കൊന്ന് ഉണരുവാൻ സമ്മതിപ്പാൻ കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും ആ കഷ്ടങ്ങളിലും നാം സന്തോഷിക്കുന്നവരായി അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വരുന്ന ഏത് സാഹചര്യത്തിൽ ഉളവാകുന്ന കഷ്ടങ്ങളായിരുന്നാലും അതിലൊക്കെയും സന്തോഷിക്കുന്നവരായി കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുന്നവരായി തീരുവാൻ നമുക്കിടയാകും. ആ ദൈവത്തിങ്കൽ അല്ലെങ്കിൽ കർത്താവിങ്കലെ സന്തോഷം എന്നുള്ളത് നമ്മെക്കുറിച്ചുള്ള ദൈവേഷ്ടമാണ് എന്ന് നമുക്ക് തെസ്സലോനിക്ക ലേഖനത്തിൽ ഉണരുവാനിടയാകും. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം നാം ശ്രദ്ധിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നു. എന്താണ്? ഇടപെടാതെ പ്രാർത്ഥിപ്പിൻ, എല്ലാറ്റിനായും സ്തോത്രം ചെയ്യുവിൻ, പിന്നെ എപ്പോഴും സന്തോഷിപ്പിൻ. ഇതല്ലോ ക്രിസ്തുയേശുവിൽ നിങ്ങളെക്കുറിച്ചുള്ള ദൈവ ഇഷ്ടം എന്ന് നമുക്ക് വായിപ്പാനിടയാകുന്നു. ആ ദൈവ ഇഷ്ടം നാം കർത്താവിൽ സന്തോഷിക്കുക എന്നുള്ളതായതുകൊണ്ടാണ് ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിലാണോ അപ്പോസ്തലൻ വീണ്ടും വീണ്ടും എടുത്തു പറയുന്നുണ്ട്, എന്താണ്? കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ സന്തോഷിപ്പിൻ എന്ന് ഞാൻ നിങ്ങളോട് പിന്നെയും പറയുന്നു, വീണ്ടും പറയുന്നു എന്ന് പറയുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം ഏത് സാഹചര്യത്തിലും ഏതവസ്ഥയിലും കർത്താവിൽ സന്തോഷിക്കുന്നവരായി തീരുവാൻ നമുക്കിടയാകണം. അങ്ങനെ ഒരു സന്തോഷം നമ്മിൽ ഉണ്ടാകുമ്പോഴാണ് കർത്താവിങ്കലെ സന്തോഷം നമ്മുടെ ബലമായി തീരുവാൻ ഇടയാകുന്നത്. ഹബക്കൂക്ക് പ്രവാചകൻ പറയുന്ന ഒരു വാക്ക് നമുക്ക് വളരെ വ്യക്തതയോടെ നാം പഠിച്ചിട്ടുള്ളതാണ്. അത്തിമരം ഫലം കായ്ച്ചില്ല എങ്കിലും ഗോശാലകളിൽ
കന്നുകാലികൾ ഇല്ലാതെ പോയാലും താൻ എന്തു ചെയ്യുമെന്നാണ് പറയുന്നത്? യഹോവയിൽ സന്തോഷിക്കും എന്ന് പറവാനിടയാകുന്നു. ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം. അത്തിവൃക്ഷം തളിർക്കയില്ല, മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടാകയില്ല, ഒലിവുമരത്തിന്റെ പ്രയത്നം നിഷ്ഫലമായി പോകും, നിലങ്ങൾ ആഹാരം വിളയിക്കയില്ല, ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നിന്ന് നശിച്ചു പോകും, ഗോശാലകളിൽ കന്നുകാലികൾ ഉണ്ടായിരിക്കയില്ല, എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ച് ഉല്ലസിക്കും. ഈ ഒരു അനുഭവം ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പറവാനിടയാകുമോ? പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ആ ഒരു അനുഭവത്തിൽ ധൈര്യത്തോടെ പറവാൻ കഴിയാത്തവരായി നമ്മുടെ കഷ്ടങ്ങളിലും പ്രയാസങ്ങളിലുമൊക്കെ നാം നെടുവീർപ്പെടുന്നവരും നിലവിളിക്കുന്നവരും നിരാശപ്പെടുന്നവരുമായി തീരുവാനിടയാകുകയാണ്. എന്നാൽ ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിലും സകലത്തിലും ഒന്നുമില്ലായ്മയിലേക്ക് നാം വരുമ്പോൾ പോലും നമുക്ക് കർത്താവിൽ സന്തോഷിപ്പാനിടയാകുന്ന ഒരവസ്ഥ ആവശ്യമാണ്. എന്താ അതിൻ്റെ കാരണമെന്ന് ചോദിച്ചാൽ നാം വായിക്കുന്ന കുറിവാക്യമാണ് നമ്മെ അതിനെ ഉണർത്തുവാനിടയാകുന്നത്. എന്താണ് നാം വായിച്ച കുറിവാക്യം? യഹോവയിങ്കലെ സന്തോഷം നമ്മുടെ ബലമാണെന്നാണ്. അതായത് നാം പലവിധമായ പ്രശ്നങ്ങളിലൂടെ, പ്രയാസങ്ങളിലൂടെ, കഷ്ടങ്ങളിലൂടെ, ബുദ്ധിമുട്ടുകളിലൂടെ, ഞെരുക്കങ്ങളിലൂടെ ഒക്കെ കടന്നു പോകുമ്പോൾ നമുക്കതൊന്ന് തരണം ചെയ്ത്, ആ പ്രയാസങ്ങളെ, പ്രതികൂലങ്ങളെ ഒന്ന് തരണം ചെയ്ത് മുൻപോട്ട് പോയി ദൈവത്തിൽ നിന്നൊരു വിടുതൽ പ്രാപിച്ച് ആശ്വാസം അനുഭവിപ്പാൻ നമുക്കിടയാകണമെങ്കിൽ ആ പരീക്ഷകളിൽ, ആ പരിശോധനകളിൽ, പ്രശ്നങ്ങളിൽ തട്ടി വീണു പോകുന്നവരാകുവാൻ നമുക്ക് ഇടയാകരുത്. ആ അനുഭവങ്ങളിലൂടെ നാം മുൻപോട്ട് പോയി എങ്കിലേ നമുക്കൊരു വിടുതൽ ഉണ്ടാകത്തുള്ളൂ. കർത്താവായ യേശുക്രിസ്തു ശിഷ്യന്മാരെ നോക്കിക്കൊണ്ട് പറയുന്ന ഒരു വാക്കുണ്ട്: നിങ്ങളാകുന്നു എൻ്റെ പരീക്ഷകളിൽ എന്നോട് കൂടെ നിലനിന്നവർ എന്ന് പറയുന്നു. അപ്പോൾ നമ്മുടെ പരിശോധനകളിൽ, നമ്മുടെ പ്രതികൂലങ്ങളിൽ, നമ്മുടെ പ്രശ്നങ്ങളിൽ, നമ്മുടേതായ കഷ്ടങ്ങളിൽ നാം നിലനിന്നെങ്കിൽ മാത്രമേ അതിൻ്റെ അവസാനത്തിലുള്ള അനുഭവത്തെ, അനുഗ്രഹത്തെ പ്രാപിപ്പാൻ നമുക്ക് സാധ്യമാകുകയുള്ളൂ. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനെന്നാണ്. പക്ഷേ അതിന് അവൻ എന്തു വേണം? കൊള്ളാകുന്നവനായി തെളിയണമെന്ന് വായിക്കുന്നു. കൊള്ളാകുന്നവനായി തെളിയണം. അപ്പോൾ പരീക്ഷയിൽ തോറ്റുപോയാൽ അവൻ്റെ ജീവിതം അവന് നഷ്ടമായി തീരുകയാണ്. ഈ വിധമായി നാം ചിന്തിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതികൂലങ്ങളും കഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ നാം തരണം ചെയ്ത് മുൻപോട്ട് പോകേണ്ടത് ആവശ്യമാണ്. അങ്ങനെ ആ സാഹചര്യങ്ങളെ കടന്ന് നാം തരണം ചെയ്ത് മുൻപോട്ട് പോകണമെങ്കിൽ നമുക്ക് എന്തു വേണം? ബലം നമുക്ക് ആവശ്യമാണ്. ബലമുണ്ടെങ്കിൽ ആ പ്രതികൂലങ്ങളെയും തരണം ചെയ്ത് മുൻപോട്ട് പോകുവാൻ നമുക്ക് ഇടയാകുകയുള്ളൂ. അതാണ് നാം മുമ്പേ 84-ാം സങ്കീർത്തനത്തിൽ കണ്ട അനുഭവം. ബലം ദൈവത്തിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞിട്ട് അവൻ്റെ ജീവിതത്തിൽ അവൻ കടന്നു പോകുന്ന പാതയെക്കുറിച്ച് പറയുന്നത് ഏതാണ്? കണ്ണുനീർ താഴ്വരയിലൂടെ കടന്നു പോകണമെന്ന് പറയുന്നു. അങ്ങനെ കണ്ണുനീർ താഴ്വരയിലൂടെ അവൻ കടന്നു പോകുമ്പോൾ അവൻ ക്ഷീണിച്ചു പോകുകയല്ല, തളർന്നു പോകുകയല്ല, അവൻ മേൽക്കുമേൽ ബലപ്പെടുവാനിടയാകുന്ന ഒരനുഭവം. ആ കണ്ണുനീർ താഴ്വരയും ജലാശയമാക്കിക്കൊണ്ട്, അതിനെ അനുഗ്രഹപൂർണമാക്കിക്കൊണ്ട്, അതിനെ ശ്രേഷ്ഠതയ്ക്ക് കാരണമാക്കി തീർത്തുകൊണ്ട് മേൽക്കുമേൽ ബലം പ്രാപിച്ച് സിയോനിൽ ദൈവസന്നിധിയിൽ ചെന്നെത്തുവാൻ ഇടയാകുന്ന ഒരനുഭവം നമുക്ക് ഉണരുവാനിടയാകും. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മെ നടത്തുന്ന ജീവിതാനുഭവങ്ങളിൽ, ജീവിതാവസ്ഥകളിൽ നാം ക്ഷീണിച്ചും തളർന്നും പോകാതെ ഉത്സാഹത്തോടെ മുന്നേറുവാൻ നമുക്കിടയാകണമെങ്കിൽ, അഥവാ ആ കാലഘട്ടത്തെ, ആ സാഹചര്യത്തെ, ആ ജീവിതാവസ്ഥയെ നാം ഒന്ന് തരണം ചെയ്യുവാൻ നമുക്കിടയാകണമെങ്കിൽ നമുക്ക് ബലം ആവശ്യമാകയാൽ ആ ബലം പ്രാപിക്കേണ്ടതിനാണ് നമ്മോട് എന്ത് പറയുന്നത്? കർത്താവിൽ സന്തോഷിപ്പിൻ എന്ന് പറവാനിടയാകുന്നത്. കാരണം ലോകത്തിലേക്ക് നാം ചെന്നാൽ ലോക മനുഷ്യരുടെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ, അവർ കഷ്ടങ്ങളിൽ ദുഃഖിക്കുന്നവരും നിരാശപ്പെടുന്നവരും അവർ എപ്പോഴും നെടുവീർപ്പെടുന്നവരുമാണ്. മാനുഷികമായി അല്ലെങ്കിൽ ലൗകികമായി ഒരിക്കലും ആരും കഷ്ടങ്ങളിൽ സന്തോഷിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകത്തില്ല. ഏത് വ്യക്തിയുടെ അടുക്കൽ, ലൗകികമായ ലോകത്തിലുള്ള ഏതൊരു വ്യക്തിയുടെ അടുക്കൽ നാം ചെന്നാലും അവർ നമ്മോടുകൂടെ കരയും, ഒരുപക്ഷെ നമ്മോടുകൂടെ നിലവിളിക്കുന്നവരായി തീരും, അല്ലെങ്കിൽ നമ്മോടുകൂടെ അവർ ഭാരപ്പെടുന്നവരായി തീരുമെന്നുള്ളതല്ലാതെ
ഒരിക്കലും അവർക്ക് സന്തോഷം വെളിപ്പെടുത്തുവാൻ കഴിയത്തില്ല എന്നുള്ളതാണ് സത്യം. ഒരു കഷ്ടത്തിലായിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ അടുക്കൽ വന്ന്, അയ്യോ എനിക്ക് കഷ്ടം വന്നല്ലോ, നീ ഇങ്ങനെ ആയി തീർന്നല്ലോ, നീ ഇങ്ങനെ ആയിപ്പോയല്ലോ, എന്തു ചെയ്യാനാ, എന്തോ പറ്റി, എന്തു ചെയ്യാനാ, നമുക്കെന്തോ ചെയ്യാനൊക്കെ എന്നൊക്കെ പറഞ്ഞ് അവനെ ബലഹീനപ്പെടുത്തുന്ന വാക്കുകൾ സംസാരിച്ചുകൊണ്ട് അവനോടുകൂടെ കരയുന്ന ഒരുവനാണെങ്കിൽ തീർച്ചയായിട്ടും ആ കഷ്ടത്തിലിരിക്കുന്ന വ്യക്തിയുടെ പ്രയാസം മാറുമോ അതോ വേദന കൂടുമോ? തീർച്ചയായിട്ടും താൻ ഡൗൺ ആയി പോകത്തേ ഉള്ളൂ, ക്ഷീണിച്ചും തളർന്നും പോകത്തേ ഉള്ളൂ, ബലപ്പെട്ട് മുന്നേറുവാനിടയാകത്തില്ല. പക്ഷെ അതിന് പകരമായിട്ട് ആ വ്യക്തിയെ സന്തോഷിപ്പിച്ചുകൊണ്ട്, തന്നെ ധൈര്യപ്പെടുത്തിക്കൊണ്ട്, ബലപ്പെടുത്തിക്കൊണ്ട്, തന്നെ ഉണർത്തി ഉത്സാഹിപ്പിച്ച്, ഇതൊന്നും സാരമില്ലടെ, ഇതൊക്കെ എല്ലാവർക്കും ഉള്ളതാ, ഇതൊക്കെ നാളെ അങ്ങ് മാറും, ഇതിൻ്റെ അപ്പുറത്ത് നിനക്കൊരു നല്ല അനുഗ്രഹം ദൈവം വെച്ചിട്ടുണ്ട്, നീ എന്തിനാ ക്ഷീണിച്ചിരിക്കും, നീ എന്തിനാ ബലഹീനപ്പെടുന്നത്, നീ എഴുന്നേൽക്ക്, ഇതൊക്കെ അങ്ങ് മാറിക്കോളുമെന്ന്, നമുക്ക് മുന്നോട്ട് പോകാം, ധൈര്യമായി നമുക്ക് ഉത്സാഹത്തോടെ പോകാമെന്നൊക്കെ പറഞ്ഞ് അവനെ ഒന്ന് ഉത്സാഹിപ്പിച്ചുണർത്തി സന്തോഷത്തിലേക്ക് കൊണ്ടുവന്ന് ധൈര്യപ്പെടുത്തുവാൻ ഇടയാകുമെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ ആ കഷ്ടങ്ങൾക്ക് അപ്പുറമായ ഒരു സന്തോഷത്തിൻ്റെ അനുഭവത്തെ ഓർപ്പിച്ചുകൊണ്ടല്ലെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ പ്രാപിപ്പാൻ ഇടയാകേണ്ടതായ മുൻപോട്ടുള്ളതായ ജീവിതാനുഭവങ്ങളെ ഓർപ്പിച്ച് അവനെ ഒന്ന് സന്തോഷിപ്പിക്കുവാൻ ഉത്സാഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തി ഈ കഷ്ടത്തിലിരിക്കുന്ന വ്യക്തിയെ ഉണർത്തുകയാണ്, ബലപ്പെടുത്തുകയാണ്, ധൈര്യപ്പെടുത്തുകയാണ്. സന്തോഷത്തോടെ ആ കഷ്ടം സഹിച്ച് മുൻപോട്ട് പോകുവാൻ അവന് ഊർജം പകരുകയാണ്. ഇതാരെ കൊണ്ടാ സാധിക്കുക? ആരെ കൊണ്ടാ സാധിക്കുക? തിരുവെടുത്ത് നമ്മെ ഓർപ്പിക്കുന്നു, സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യപുത്രരിലും പ്രഭുക്കന്മാരിലും ഒന്നും ആശ്രയിക്കരുതെന്ന്. കാരണം അവർക്കൊരിക്കലും നമ്മെ സന്തോഷിപ്പിക്കുവാനോ ധൈര്യപ്പെടുത്തുവാനോ കഴിയത്തില്ല. പകരം നമ്മുടെ കർത്താവ് നമ്മെ സന്തോഷിപ്പിക്കുവാനിടയാകും, നമ്മുടെ കർത്താവിന് നമ്മെ ബലപ്പെടുത്തുവാൻ ഇടയാകും. അതിനൊരു നല്ല ഉദാഹരണമാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. യേശുവിൻ്റെ ജീവിതത്തിൽ പിതാവായ ദൈവം അനുവദിച്ചിട്ടാണ് തനിക്ക് കഷ്ടത കൊടുക്കുവാനിടയായത്. യേശുവിനെ തകർത്ത് കളവാൻ പിതാവിന് ഇഷ്ടം തോന്നി ദൈവം യേശുവിന് കഷ്ടം വരുത്തി എന്ന് നാം യെശയ്യാപ്രവചനത്തിൽ വായിപ്പാനിടയാകുന്നു. എന്നാൽ ഈ കഷ്ടങ്ങളിലേക്ക് ദൈവം യേശുവിനെ നടത്തുമ്പോൾ തന്നെ നാം എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൽ വായിക്കുന്നത് എന്താണ്? യേശുവിൻ്റെ മുൻപിൽ വലിയൊരു സന്തോഷം ദൈവം വച്ചിരുന്നു എന്നാണ്. വലിയൊരു സന്തോഷത്തിൻ്റെ അനുഭവം ദൈവം തൻ്റെ മുൻപിൽ വയ്ക്കുവാനിടയായി. അപ്പോൾ ആ സന്തോഷം ഓർത്തപ്പോൾ യേശു എന്ത് ചെയ്തെന്നാണ്? അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിപ്പാനിടയായി എന്നാണ്. ആ ഒരു സന്തോഷം യേശു ഓർത്തില്ലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും യേശുവിൻ്റെ ജീവിതത്തിൽ മാനുഷികമായി നാം ചിന്തിച്ചാൽ എന്തുണ്ടാകുമായിരുന്നു? ഇത് നമ്മെ പോലെ അല്ലേ, എന്തെങ്കിലും നിസ്സാരമായ ഒരു കാര്യം പറഞ്ഞ് നമ്മെ ഒന്ന് കളിയാക്കിയാൽ മതി, അല്ലെങ്കിൽ നമ്മെ ഒന്ന് താഴ്ത്തി കെട്ടിയാൽ മതി, അല്ലെങ്കിൽ എന്തോ ഒരു കുറ്റം നമ്മുടെ മേലൊന്ന് പറഞ്ഞാൽ മതി, ഉടനെ നാം എന്തു ചെയ്യും? അയ്യോ, നിരാശപ്പെട്ട് ഭാരപ്പെട്ട് കരഞ്ഞുകൂവി ബഹളമുണ്ടാക്കി എന്തെല്ലാം വെപ്രാളങ്ങൾ കാണിക്കാമോ അതൊക്കെ കാണിച്ച് ആ പരീക്ഷയിൽ തോറ്റു തുന്നം പാടി താഴെ വീഴുന്നവരായി തീരുവാനിടയാകും. അല്ലേ? സന്തോഷത്തോടെ ഒന്ന് അഭിമുഖീകരിപ്പാൻ നമുക്ക് കഴിയാറുണ്ടോ? യേശുവിൻ്റെ ജീവിതത്തിൽ ആ വലിയ നിന്ദയും അപമാനവും, അല്ലേ, യേശുവിൻ്റെ നിന്ദ എന്ന് പറയുമ്പോൾ നമുക്ക് സങ്കല്പിപ്പാൻ പോലും കഴിയുമോ എന്ന് അറിഞ്ഞുകൂടാ. സർവശക്തനായിരുന്ന ദൈവപുത്രനായവൻ ഭൂമിയിൽ വന്ന് തൻ്റെ സൃഷ്ടിയായ മനുഷ്യൻ്റെ കീഴിൽ ഏൽപ്പിക്കപ്പെട്ട് അവരാൽ പീഡിപ്പിക്കപ്പെട്ട് നിന്ദിക്കപ്പെട്ട് അപമാനിക്കപ്പെട്ട് ക്രൂശിക്കപ്പെട്ട് മരണത്തിന് ഏൽപ്പിക്കപ്പെടുന്ന ആ അതിഭയങ്കരമായ അനുഭവം. പക്ഷേ യേശു എങ്ങനെയാണ് അതിനെ തരണം ചെയ്തതെന്നാണ്? തൻ്റെ മുൻപിൽ വെക്കപ്പെട്ടതായ സന്തോഷം ഓർത്ത് അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചു എന്ന് പറയാനിടയാകുന്നു. ആ അനുഭവം നമുക്ക് നല്ലൊരു മാതൃകയാണ്. കർത്താവിൻ്റെ ജീവിതത്തിൽ പിതാവായ ദൈവം തൻ്റെ മുൻപിൽ വെച്ചതായ സന്തോഷം ഓർത്തിട്ടാണ് യേശു ആ അവസ്ഥയെ തരണം ചെയ്ത് ധൈര്യത്തോടെ മുൻപോട്ട് പോകുവാനിടയായത്. ആ ഒരു സാഹചര്യത്തിൽ കർത്താവ് അധൈര്യപ്പെട്ടില്ല, ക്ഷീണിച്ചില്ല, ദുഃഖിച്ചില്ല, നിരാശപ്പെട്ടില്ല എന്നുള്ളതിൻ്റെ വ്യക്തമായൊരു തെളിവാണ് യെരൂശലേം പുത്രിമാരോട് കർത്താവ് പറയുന്ന വാക്ക്. എന്താണ് താൻ പറയുന്നത്? നിങ്ങൾ എന്നെ ചൊല്ലി കരയേണ്ട. സാധാരണ നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും? നമ്മളെക്കുറിച്ച് നമ്മളെ ഓർത്ത ഒരാൾ കരയുന്ന കാണുമ്പോൾ നാമും എന്ത് ചെയ്യും? അവരോട് കൂടെ അങ്ങ് കരയാൻ തുടങ്ങും. അയ്യോ, നിങ്ങൾക്ക് കഷ്ടം വന്നല്ലോ എന്ന് അവർ പറയുമ്പോൾ അയ്യോ അതെ എനിക്ക് ഈ കഷ്ടം വന്നല്ലോ എന്ന് നാമും അങ്ങ് ഡൗൺ ആയിരുന്ന് കരയാൻ തുടങ്ങും. പക്ഷെ യേശു എന്താ പറഞ്ഞത്? നിങ്ങൾ എന്നെ ചൊല്ലി കരയേണ്ട എന്ന് പറയുന്നത്. കാരണം കർത്താവിന് കരച്ചിലില്ല.
കഷ്ടം അനുഭവിക്കുന്ന കർത്താവ് കരയുന്നില്ലെങ്കിൽ പിന്നെ കഷ്ടതയില്ലാത്ത നിങ്ങൾ എന്തിനാ കരയുന്നെന്നാണ് കർത്താവ് ചോദിക്കുന്നത്. നമ്മുടെ അനുഭവത്തിൽ കഷ്ടം അനുഭവിക്കുന്നവരെ നാം നമ്മുടെ വാക്കുകൊണ്ട് കരയിച്ചവരെ ഡൗൺ ആക്കുവാനിടയാകുന്ന അനുഭവമാണ്. അതല്ല ദൈവം നമുക്ക് തരുന്ന അനുഭവം. കർത്താവിൻ്റെ മുൻപിൽ ദൈവം ചെയ്ത പ്രവൃത്തി എന്താണ്? തൻ്റെ മുൻപിൽ ഒരു വലിയ സന്തോഷം വയ്ക്കുവാനിടയായി. ആ സന്തോഷം ഓർത്തപ്പോഴാണ് യേശു അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചുകൊണ്ട് മുൻപോട്ട് പോകുവാനിടയായത്. അങ്ങനെയെങ്കിൽ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ നാം ആ സന്തോഷം ഓർക്കുവാനിടയാകണം. അപ്പോസ്തലനായ പൗലോസ് അത് മറ്റൊരു നിലയിൽ നമ്മെ ഓർപ്പിക്കുന്നുണ്ട്. ഒരു സ്ത്രീ പ്രസവവേദനപ്പെട്ട് നിലവിളിക്കുമ്പോൾ അവളുടെ ആ ദുഃഖം മാറുവാനിടയാകുന്ന ഒരു അനുഭവം തിരുവെഴുത്തിൽ പറയുന്നുണ്ട്. ഒരു മനുഷ്യൻ ലോകത്തിൽ ജനിച്ചിരിക്കുന്നു എന്ന് ഓർത്തുകൊണ്ട് ആ സന്തോഷം ഓർത്ത് പിന്നെ അവളുടെ കഷ്ടം അവൾ ഓർക്കുന്നില്ല എന്നാണ്. പിന്നെ അത് ഓർക്കത്തേയില്ല എന്ന് തിരുവെഴുത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. ആ കുഞ്ഞിനെ കയ്യിൽ കിട്ടുമ്പോൾ ആ കുഞ്ഞിനെ സന്തോഷത്തോടെ ഏറ്റുകൊണ്ട് ആ കുഞ്ഞുമായുള്ള സമ്പർക്കത്തിൽ ആ കുഞ്ഞിലെപ്പോഴും സന്തോഷിപ്പാൻ ഇടയാകുമ്പോൾ ആ കുഞ്ഞിനു വേണ്ടി അവൾ അനുഭവിച്ച കഷ്ടങ്ങളൊന്നും തന്നെ പിന്നെ അവൾ ഓർക്കയില്ല എന്ന് തിരുവെഴുത്ത് പറയുന്നു. നമ്മുടെ ജീവിതത്തിൽ നാം അത് അനുഭവിക്കുന്ന കാര്യമാണ്. ആ നിലയിൽ നാം ഉണരുമ്പോൾ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ദൈവമക്കളെ, നാം പോകുന്ന കഷ്ടങ്ങളിൽ, നാം പോകുന്ന പ്രയാസങ്ങളിൽ, നാം പോകുന്ന ബുദ്ധിമുട്ടുകളിൽ, ആ ഞെരുക്ക ക്ലേശ കഷ്ട ദുരിതപൂർണമായ അനുഭവത്തിൽ നാം ഉണരേണ്ടത് നമ്മുടെ മുൻപിൽ ദൈവം ഒരു സന്തോഷം വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഈ കഷ്ടത്തിൻ്റെ പാതയിലൂടെ നാം കടന്നു ചെല്ലുമ്പോൾ നമുക്കൊരു വലിയ അനുഭവമുണ്ട്, അനുഗ്രഹമുണ്ട് എന്ന് തിരുവെഴുത്ത് നമ്മെ ഓർപ്പിക്കുവാനിടയാകുന്നു. ബാലശിക്ഷയിലൂടെ നമ്മെ നടത്തുന്ന അനുഭവത്തെക്കുറിച്ച് നാം എബ്രായ ലേഖനം വായിക്കുമ്പോൾ ഏത് ശിക്ഷയും തൽക്കാലം സന്തോഷകരമില്ല എന്ന് പറഞ്ഞിട്ട് അതിനാൽ അഭ്യാസം തികഞ്ഞവരുടെ അനുഭവത്തിൽ എന്താണെന്നാണ് പറയുന്നത്? അതവർക്ക് അനുഗ്രഹമാണ് എന്ന് പറവാനിടയാകുന്നു. അതവർക്ക് സന്തോഷമാണ് എന്ന് പറവാനിടയാകുന്നു. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം, ഏത് ശിക്ഷയും തൽക്കാലം സന്തോഷകരമല്ല, ദുഃഖകരമത്രേ. പിന്നത്തേതിലോ അതിൽ അഭ്യാസം വന്നവർക്ക് നീതി എന്ന സമാധാന ഫലം ലഭിക്കും. ശ്രദ്ധിക്കണം കേട്ടോ. ആ ബാലശിക്ഷയിലൂടെ കടന്നു പോകുന്ന ഒരു കുഞ്ഞിന്റെ ജീവിതത്തിൽ അത് സന്തോഷകരമല്ല, ദുഃഖകരമായി തോന്നുന്നു. എന്നാൽ അനുഭവം എന്താണ്? അവർക്ക് വിശേഷമായ നീതി എന്ന സമാധാന ഫലം ലഭിപ്പാനിടയാകുമെന്നാണ്. ഒരു വിശേഷമായ അനുഭവം പ്രാപിപ്പാനിടയാകുമെന്ന് ആ വാക്യം നമ്മെ ഓർപ്പിക്കുവാനിടയാകുന്നു. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നാം പ്രാപിക്കേണ്ട അനുഭവങ്ങൾക്കായിട്ടാണ് കർത്താവ് നമ്മെ ഈ പാതയിലൂടെ നടത്തുന്നതെന്നോർത്ത് കഷ്ടങ്ങളിലും സന്തോഷിക്കുവാൻ നമുക്കിടയാകത്തക്കവണ്ണം നാം കർത്താവിൽ ബലപ്പെട്ടുകൊണ്ട് കർത്താവിൽ സന്തോഷിക്കുന്നവരായി തീരുവാൻ നമുക്കിടയാകണം. നമ്മുടെ കഷ്ടങ്ങളിൽ, പ്രയാസങ്ങളിൽ നാം കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട്, കർത്താവിൽ ശരണപ്പെട്ടുകൊണ്ട്, കർത്താവിൽ തന്നെ ഉറച്ചുകൊണ്ട് കർത്താവിൻ്റെ അടുക്കിലേക്ക് ചെല്ലുമെങ്കിൽ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വലിയ സന്തോഷം നൽകുവാൻ, അഥവാ യേശുവിൻ്റെ ജീവിതത്തിൽ യേശുവിന് വേണ്ടി ദൈവം വെളിപ്പെടുത്തിയതുപോലെ തൻ്റെ മുൻപിൽ വയ്ക്കപ്പെട്ടതായ സന്തോഷത്തെ ഉണരുവാനിടയായിട്ട് ആ സന്തോഷം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ബലമായി തീരുവാനിടയാകും. ആ ബലമാണ് നമ്മെ ഈ കഷ്ടങ്ങളിലൂടെ മുൻപോട്ട് നയിക്കുവാൻ ഇടയാകുന്നത്. അങ്ങനെയെങ്കിൽ നമ്മുടെ ആത്മീക ജീവിതത്തിൽ, അഥവാ അക്ഷരീകമായ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ എപ്പോഴും നാം ഉണരേണ്ടത് യഥാർത്ഥമായി കർത്താവിൽ സന്തോഷിക്കുന്നവരായി തീരുവാൻ നമുക്ക് ഇടയാകണമെന്നാണ്. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും കർത്താവിൽ സന്തോഷിപ്പാൻ, കഷ്ടങ്ങളിലും പ്രയാസങ്ങളിലും മാത്രമല്ല, നിന്ദയും അപമാനവും വരുമ്പോഴും യേശു പറയുന്ന മാർഗം എന്താണ്? മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം വായിക്കുമ്പോൾ നിങ്ങളെക്കുറിച്ച് ഏത് തിന്മയും കളവായി പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്നാണ്? സന്തോഷിച്ച്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം, എൻ്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിച്ച് ഉല്ലസിപ്പീൻ. ഇത് കർത്താവ് നമ്മോട് ആവശ്യപ്പെടുന്ന കാര്യമാണ്. കഷ്ടങ്ങളോ പ്രയാസങ്ങളോ നിന്ദകളോ ഉപദ്രവങ്ങളോ ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്നാണ്? കർത്താവിൽ സന്തോഷിക്കണമെന്നാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വെളിപ്പെടുത്തുന്നത് എങ്ങനെ?
നിസ്സാരമായൊരു നിന്ന വന്നാൽ മതി, അല്ലെങ്കിൽ എന്തെങ്കിലും അപമാനം വന്നാൽ മതി, അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളെ ഒന്ന് കുറ്റപ്പെടുത്തിയാൽ മതി, ഉടനെ കരഞ്ഞു കൂവി ബഹളം ഉണ്ടാക്കും അല്ലേ? അങ്ങനെ കരയുന്നവരെ നോക്കി ഞാൻ പറയാറുള്ളൊരു പഴഞ്ചൊല്ലുണ്ട്. എന്താണെന്നറിയാമോ? ഉള്ളത് പറയുമ്പോൾ കള്ളിക്ക് തുള്ളലാണ്. തുള്ളുന്നെങ്കിൽ അതിൻ്റെ കാരണം കള്ളിയായത് കൊണ്ടാണ്. പറഞ്ഞത് ഉള്ളതാണ്, സത്യമാണെന്നാണെന്നുള്ളതാണ് അനുഭവം അല്ലേ? തുള്ളാതെ കണ്ട് അയ്യോ ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല കേട്ടോ, നീ പറഞ്ഞോ, എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്ന് സന്തോഷത്തോടെ പ്രതികരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്താണ്, ആ വ്യക്തിയുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു അനുഭവം ഇല്ല. പകരം ആ വ്യക്തി ആ പാതയിലൂടെ അല്ല കടന്നുപോയത്, ആ അനുഭവത്തിലുള്ള ആളല്ല. അതുകൊണ്ട് തനിക്കിതിൽ സന്തോഷിപ്പാൻ കഴിയുന്നു എന്ന് നമുക്ക് ഉണരുവാനിടയാകും. തലയിൽ പപ്പുള്ളവൻ തപ്പുന്നത് ആരാണ്? കോഴി മോട്ടിച്ചവനായിരിക്കും. തലയിൽ പപ്പുണ്ടെന്ന് പറഞ്ഞ ഉടനെ തപ്പി നോക്കാൻ പോകുന്ന, കക്കാൻ പോകാത്തവന് തപ്പേണ്ട ആവശ്യം വരുമോ? അവന് ധൈര്യമുണ്ട്, എൻ്റെ തലയിൽ പപ്പുണ്ടാകത്തില്ല, കാരണം ഞാൻ കക്കാൻ പോയിട്ടില്ല. പക്ഷെ കക്കാൻ പോയവന് സംശയം വരും. എന്താണ് അത്? നമുക്കറിയാം അല്ലേ? കട്ടവനെ പിടിക്കാൻ പോലീസ് പലരെയും അറസ്റ്റ് സ്റ്റേഷനിൽ കൊണ്ടു നിർത്തിയിട്ട് SI വന്ന് എല്ലാവരും സൂക്ഷിച്ച് നോക്കിയിട്ട് പറഞ്ഞു, ആ മിടുക്ക, നീ ആ കോഴിയെ കട്ടയല്ലേ, നിന്റെ തലയിൽ കണ്ട പപ്പിരിക്കുന്നല്ലോ എന്ന്. ഉടനെ കട്ടവൻ എന്ത് ചെയ്തു? ഉടനെ അറിയാതെ കൈപൊക്കി തപ്പാനിടയായി. സത്യത്തിൽ എന്തില്ല? പപ്പ അവിടെ ഇല്ല. പക്ഷേ SIക്ക് അറിയാം ഇവനെ പിടിക്കാൻ അതേ വഴിയുള്ളെന്ന്. ഇവൻ തപ്പിയപ്പോൾ പുറകിൽ നിന്ന പോലീസുകാരൻ ഉടനെ എന്ത് ചെയ്തു? കഴുത്തിന് കുത്തിപ്പിടിച്ച് അവനെ അകത്തോട്ട് മാറ്റുവാനിടയായി. കാരണം അവർക്ക് വ്യക്തമായി ഇവനാണ് കട്ടതെന്നുള്ളത്. ഇതാണ് ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. നാം കുറ്റക്കാരല്ലാതിരിക്കെ പലപ്പോഴും നാം കുറ്റക്കാരായി തീരുവാനിടയാകത്തക്കവണ്ണം നമുക്ക് സന്തോഷിപ്പാൻ കഴിയാത്ത അവസ്ഥ നമ്മെ വീണ്ടും ക്ലേശത്തിലേക്ക് തള്ളിവിടുവാനിടയാകെയാണ്. അതല്ല നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. കർത്താവ് നമ്മോട് പറയുന്ന വാക്യം നാം ശ്രദ്ധിച്ചാൽ എന്താണ്? നിങ്ങളുടെ പ്രതിഫലം സ്വർഗത്തിൽ വലുതായിരിക്കയാൽ. അപ്പൊ അവിടെ നമുക്ക് വ്യക്തമായ ഒരു ഉറപ്പ് നൽകുന്നുണ്ട്. എന്താണ്? നമുക്ക് സ്വർഗത്തിൽ പ്രതിഫലമുണ്ട്. കർത്താവിന്റെ നാമനിമിത്തം നാം നിന്ദകളും അപമാനങ്ങളും ഒക്കെ സഹിച്ചാൽ, മറ്റുള്ളവർ നമ്മെ ഉപദ്രവിച്ചാൽ, പീഡിപ്പിച്ചാൽ ഒക്കെ നമുക്ക് സ്വർഗത്തിൽ പ്രതിഫലമുണ്ടെന്ന് ഉണരുവാൻ നമുക്കിടയാകുമെങ്കിൽ യേശു തൻ്റെ ജീവിതത്തിൽ ആ പ്രതിഫലത്തെ കണ്ടുകൊണ്ടാണ്, അല്ലെങ്കിൽ തൻ്റെ മുൻപിൽ വയ്ക്കപ്പെട്ടതായ സന്തോഷം ഓർത്തുകൊണ്ടാണ് അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചതാകയാൽ അതുപോലൊരു അനുഭവത്തിലേക്ക് നാമും വരുവാൻ നമുക്കിടയാകത്തക്കവണ്ണം കർത്താവ് നമ്മോട് ആവശ്യപ്പെടുന്നത് എന്താണ്? സന്തോഷിച്ച് ഉല്ലസിച്ചു കൊള്ളുവിനെന്നാണ്. സാധാരണഗതിയിൽ പറയാറുള്ളൊരു പഴഞ്ചൊല്ലുണ്ട്, മൂഢനും മൗനമായിരുന്നാൽ, സദൃശവാക്യത്തിൽ വാക്യമുണ്ടല്ലേ, മൂഢനും മൗനമായിരുന്നാൽ ജ്ഞാനി എന്ന് എണ്ണുമെന്ന് ഇല്ലേ? എന്നാൽ ജ്ഞാനി വാ തുറന്ന് വിവരക്കേട് പറഞ്ഞാൽ അവനെ ആരായി എണ്ണും? മൂഢനായും എണ്ണുവാനിടയാകുമെന്നാണ്. ദൈവമക്കളെ, നമ്മെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ കുറ്റവും കുറവും ഒക്കെ പറയുമ്പോൾ ഒരുപക്ഷെ സത്യത്തിൽ നമ്മുടെ ജീവിതത്തിൽ ആ കുറവും കുറ്റവും ഉണ്ടെന്നിരിക്കട്ടെ. ഇപ്പൊ ഞാൻ കോഴിയെ കട്ടവനാണെന്നിരിക്കട്ടെ, പോലീസ് എന്നെ വിളിച്ച് ചോദ്യം ചെയ്യുമ്പോൾ ഞാൻ കോഴിയെ കണ്ടിട്ടില്ല എന്ന് പറയുന്നു. പക്ഷേ SI പറയുന്നതിന്റെ തലയിൽ പപ്പിരിപ്പെട്ടല്ലോ എന്ന് പറഞ്ഞാൽ ഉടനെ ഞാൻ തപ്പാൻ പോകാതെ ഉണ്ടെങ്കിൽ സാറ് നോക്കിക്കോ എന്ന് പറഞ്ഞ് നാം ഒന്ന് ധൈര്യത്തോടെ നിൽക്കുമെങ്കിൽ, ചുരുക്കത്തിൽ നമ്മെക്കുറിച്ച് സത്യമായ കാര്യവും പറയുമ്പോൾ പോലും നമുക്കൊന്ന് നിസ്സഹായതയോടെ അല്ലെങ്കിൽ നിസ്സംഗരായി അതിനോട് പ്രതികരിക്കാതെ നാം മൗനമായി നിൽക്കാൻ നമുക്കിടയായാൽ എന്താ ഗുണം? നാം മറ്റുള്ളവരുടെ മുൻപാകെ കുറ്റക്കാരായി തീരുവാനിടയാകാതെ പോകും. ഇല്ലെങ്കിൽ നാം ന്യായീകരിക്കാൻ പോകുമ്പോൾ ഒരു കള്ളം തെളിയിക്കാൻ 10 കള്ളം പറഞ്ഞ് നാം കള്ളത്തിൻ്റെ മേൽ കള്ളം പറയുന്നവരായി, കള്ളരായി മാറുവാനിടയാകുമെന്നുള്ളതാണ് സത്യം. ആകയാൽ തന്നെ ഒരു ബുദ്ധിപദേശമായി ഓർപ്പിക്കട്ടെ, നമ്മുടെ തെറ്റും കുറ്റവും ഒക്കെ ആരെങ്കിലൊക്കെ ചൂണ്ടിക്കാണിക്കുമ്പോൾ തർക്കിക്കാനും വാദിക്കാനും ഒന്നും പോകണ്ട ദൈവമക്കളെ. ഓ, എൻ്റെ ജീവിതത്തിൽ നീ ഒരു കുറ്റം കണ്ടുപിടിച്ചു, ശരി, ഞാൻ തിരുത്തിക്കോളാം, നിനക്കത് കുറ്റമായി തോന്നിയല്ലോ, ഞാനത് തിരുത്തിക്കോളാം എന്ന് പറഞ്ഞ് നമ്മളൊന്ന് ശാന്തരാകുമെങ്കിൽ ആ കുറ്റം ചാട്ടൽ അവിടെ കൊണ്ടങ്ങ് അവസാനിക്കും. അത് നമുക്കും പ്രയോജനമാകും. അത് വിഷയങ്ങൾ, പ്രശ്നങ്ങളില്ലാതെ പരിഹരിക്കപ്പെടുവാനിടയാകും. നാം അതിനു പകരം അതിനെ നീതീകരിക്കുവാൻ, ന്യായീകരിക്കുവാൻ പോയാൽ അത് നമുക്ക് വളരെ നിന്ദയ്ക്കും അപമാനത്തിനും കാരണമായി തീരുവാനിടയാകും. വിശേഷാൽ നമ്മിൽ ഇല്ലാത്തൊരു കുറ്റമാണ് പറയുന്നതെങ്കിൽ നാം യഥാർത്ഥത്തിൽ എന്ത് ചെയ്യണം? സന്തോഷിച്ച് ഉല്ലസിപ്പാനിടയാകണം. എങ്ങനെ സന്തോഷിപ്പാൻ കഴിയുമെന്നുള്ളതാണ് വിഷയം. അതാണ് കർത്താവ് ഓർപ്പിക്കുന്നത്. എന്താണ്? പ്രതിഫലം നിനക്ക് സ്വർഗത്തിലുണ്ടെന്നറിഞ്ഞ് സന്തോഷിപ്പിനെന്നാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നാം
നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ മുൻപോട്ട് പോകുമ്പോൾ പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതികൂലങ്ങളും കഷ്ടങ്ങളും നിന്ദകളും അപമാനങ്ങളും ഉപദ്രവങ്ങളും ഒക്കെ വരുമ്പോൾ യഥാർത്ഥത്തിൽ നാം ചെയ്യേണ്ടത് എന്താണെന്ന് ഒറ്റ വാക്കിൽ ദൈവാത്മാവ് നമ്മെ ഓർപ്പിക്കുന്നു. കർത്താവിൽ സന്തോഷിപ്പാൻ നമുക്കിടയാകണം. ഏത് കാരണം കൊണ്ടാകട്ടെ, ഏത് അവസ്ഥ കൊണ്ടാകട്ടെ, ഏത് നിലയിൽ ആയിക്കൊള്ളട്ടെ, നാം അതിൻ്റെ യഥാർത്ഥ അവസ്ഥ നാം അറിയുന്നുണ്ട്. നാം അത് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നമ്മുടെ കർത്താവിൽ സന്തോഷിപ്പാൻ നമുക്കിടയാകത്തക്കവണ്ണം, കർത്താവിൽ നിന്നൊരു സന്തോഷം പ്രാപിപ്പാൻ നമുക്കിടയാകുമെങ്കിൽ ഒരു വാക്യം നമ്മെ ഓർപ്പിക്കുന്നു. എന്താണ്? യഹോവയിങ്കലെ സന്തോഷം നിങ്ങളുടെ ബലമാകുന്നു. യേശു ബലപ്പെട്ട് ശക്തി പ്രാപിച്ച് നിന്നയും അപമാനവും സഹിച്ചതുകൊണ്ട് യേശുവിനെ ദൈവം സിംഹാസനത്തിലേക്ക് ഉയർത്തി എന്നാണ്, എല്ലാ നാമങ്ങൾക്കും മേലായ നാമം നൽകിയെന്നാണ്. പരീക്ഷ സഹിക്കുന്ന മനുഷ്യനെ കുറിച്ച് നാം വായിക്കുന്നുണ്ട്. അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം എന്ത് ചെയ്യുമെന്നാണ്? ജീവ കിരീടം പ്രാപിക്കുമെന്നാണ്. അങ്ങനെയെങ്കിൽ നാം പരീക്ഷകളിൽ അല്ലെങ്കിൽ പ്രശ്നങ്ങളിൽ, പ്രയാസങ്ങളിൽ, പ്രതികൂലങ്ങളിൽ തോറ്റുപോയാൽ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളൊക്കെ നമുക്കവിടെ നഷ്ടപ്പെട്ടു പോകുകയാണ്. ഏത് സാഹചര്യത്തിൽ, ഏത് നിലയിൽ, എങ്ങനെ നാം നടത്തപ്പെട്ടാലും, ഏതവസ്ഥയിലും നാം കർത്താവിൽ സന്തോഷിക്കുന്നവരായി മുൻപോട്ട് പോകുവാൻ നമുക്കിടയാകുമെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ബലമായി തീർന്നിട്ട് ആ പാതയിലൂടെ കടന്ന് ആ അവസ്ഥയെ നാം തരണം ചെയ്ത് അതിൻ്റെ അപ്പുറത്ത് ദൈവം നമുക്ക് ഒരുക്കിയിരിക്കുന്ന ശ്രേഷ്ഠമായത് പ്രാപിപ്പാൻ നമുക്കിടയാകും. റോമാലേഖനം ഉറപ്പു നൽകുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കാണ് എന്നോർക്കുവാനിടയാകട്ടെ. ഏത് കഷ്ടത്തിലൂടെ പോകേണ്ടി വന്നാലും, ഏത് പാതയിലൂടെ നാം നടത്തപ്പെടേണ്ടി വന്നാലും അതിൻ്റെ അവസാനത്തിൽ നമുക്ക് എന്തുണ്ട്? ഒരു നന്മ ഉണ്ട് എന്നാണ്. ആവർത്തന പുസ്തകം 4-ാം അധ്യായത്തിലാണ് നാം വായിക്കുമ്പോൾ, നമ്മെ താഴ്ത്തി പരീക്ഷിച്ച് പിൽക്കാലത്ത് നിനക്ക് നന്മ ചെയ്യേണ്ടതിന് എന്നൊരു വാക്ക് കാണുവാൻ കഴിയും. അപ്പോൾ ഏത് അനുഭവത്തിലും നാം കടന്നു പോകുമ്പോൾ ദൈവം നമ്മെ നടത്തുന്ന ഏത് പാതയിലും, അഥവാ ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഏതവസ്ഥയുടെയും അവസാനത്തിൽ നമുക്കൊരു അനുഗ്രഹമുണ്ട്, നമുക്കൊരു നന്മയുണ്ട്, നമുക്കൊരു ശ്രേഷ്ഠതയുണ്ട്, നമുക്കൊരു നിത്യതയുണ്ട് എന്ന് നാം ഉണരുമെങ്കിൽ ആ അനുഭവത്തെ ഉണർന്ന് അത് നാം പ്രാപിപ്പാൻ ഉത്സാഹിച്ചുകൊണ്ട് അത് നമുക്കായി വെച്ചിരിക്കുന്ന കർത്താവിൽ സന്തോഷിച്ചുകൊണ്ട് ആ തൻ്റെ മുൻപിൽ വയ്ക്കപ്പെട്ട സന്തോഷമോർത്ത യേശുവിനെ പോലെ നാം മുൻപോട്ട് പോകുമെങ്കിൽ ആണ് ഈ കർത്താവിങ്കിലെ സന്തോഷം നമുക്ക് ബലമായി തീരുവാനിടയാകുന്നത്. അത് നമുക്ക് പ്രത്യാശയായി തീരുവാനിടയാകുന്നത്. അത് നമുക്ക് ഉല്ലാസഘോഷത്തിന് കാരണമായി തീരുവാനിടയാകുന്നത്. അതുകൊണ്ടാണ് ദൈവമക്കളെ, മുമ്പേ നാം ഉണർന്ന തെസലോനിക്ക ലേഖനത്തിലെ വാക്യത്തിൽ നമ്മെ ഓർപ്പിക്കുമ്പോൾ എപ്പോഴും സന്തോഷിപ്പിൻ എന്ന് നമ്മോട് പറയുന്നു. എപ്പോഴും സന്തോഷിപ്പിൻ. തെസലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം. എപ്പോഴും സന്തോഷിപ്പിൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പിൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ, ഇതല്ലോ നിങ്ങളെക്കുറിച്ചുള്ള ക്രിസ്തുയേശുവിൽ ദൈവ ഇഷ്ടം. ശ്രദ്ധിക്കണേ, എപ്പോഴും സന്തോഷിപ്പിൻ. അതിൻ്റെ അർത്ഥം എന്താണ്? ഒരു സാഹചര്യത്തിലും ഒരു കാരണവശാലും നമുക്ക് ദുഃഖിക്കുവാൻ ദൈവം അനുവാദം തരുന്നില്ല എന്നുള്ളതാണ്. എപ്പോഴും സന്തോഷിപ്പിൻ എന്ന് നമ്മെ ഓർപ്പിക്കുവാനിടയാകുന്നു. ആ അനുഭവം നാം ഉണരുമ്പോഴാണ് നാം നന്മയുണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ അനുഗ്രഹം ഉണ്ടാകുമ്പോഴും പ്രയോജനം ഉണ്ടാകുമ്പോഴും നല്ലത് വരുമ്പോഴൊക്കെ സന്തോഷിക്കുകയും തീയതും കഷ്ടവും പ്രയാസവും വരുന്ന അനുഭവങ്ങളിൽ ദുഃഖിക്കുകയും ചെയ്യുന്ന അവസ്ഥയെ നമുക്കൊന്ന് മാറ്റിക്കൊണ്ട് സന്തോഷത്തിലും പിന്നെ സന്താപത്തിലും കഷ്ടനഷ്ടങ്ങളിലും ഉയർച്ചയിലും ശ്രേഷ്ഠതയിലുമൊക്കെ നന്മയിലും അനുഗ്രഹങ്ങളിലുമൊക്കെ ഏതവസ്ഥയിലും നാം സന്തോഷിക്കുന്നവരായി തീരുവാൻ നമുക്കിടയാകുന്ന ഒരനുഭവം. അങ്ങനെ ഒരു സന്തോഷം നാം പ്രാക്ടീസ് ചെയ്യുമെങ്കിൽ, അഥവാ നാം എപ്പോഴും കർത്താവിൽ സന്തോഷിപ്പാൻ നമുക്കിടയാകുന്ന ഒരനുഭവത്തെ നാം ജീവിതത്തിൽ പ്രായോഗികമാക്കി പരിശീലിച്ചെടുക്കുമെങ്കിൽ ദൈവമക്കളെ, നമ്മുടെ ജീവിതം എന്തായിത്തീരുമെന്നാണ്? യഹോവയെങ്കിലെ സന്തോഷം നമ്മുടെ ബലമായിരിക്കും. മാത്രമല്ല 84-ാം സങ്കീർത്തനത്തിൽ നാം കാണുന്നത് എന്താണ്? ബലം ദൈവത്തിലുള്ള മനുഷ്യൻ ഭാഗ്യവാനാണ്, അവൻ്റെ ജീവിതത്തിൽ അവൻ മേൽക്കുമേൽ
ബലം പ്രാപിപ്പാനിടയാകും. അവൻ മേൽക്കുമേൽ ബലം പ്രാപിപ്പാനിടയാകും. നീ ദുഃഖിച്ച് നിരാശപ്പെട്ടാൽ നിന്റെ ഉള്ള ബലം കൂടെ പോകത്തേ ഉള്ളൂ. നീ ക്ഷീണിച്ചും തളർന്നും പോകത്തേ ഉള്ളൂ. നിന്റെ ആത്മീക ജീവിതത്തിൽ മാത്രമല്ല, അക്ഷരീക ജീവിതത്തിൽ നിനക്ക് മുന്നേറുവാൻ കഴിയാതെ പോകുമെന്നാൽ എപ്പോഴും സന്തോഷിപ്പാൻ, അതെപ്പോഴും കർത്താവിൽ സന്തോഷിപ്പാൻ. ഇല്ലേ, നാം തെസ്സലോനിക്ക ലേഖനത്തിൽ കണ്ടത് എപ്പോഴും സന്തോഷിപ്പിനെന്നാണ്. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ വായിക്കുന്നത് എന്താണ്? കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ, സന്തോഷിപ്പിൻ എന്ന് ഞാൻ പിന്നെയും നിങ്ങളോട് പറയുന്നു. അപ്പോൾ നമ്മുടെ സന്തോഷം എപ്പോഴും ആയിരിക്കണം. അതെവിടെയായിരിക്കണം? കർത്താവിലായിരിക്കാൻ നമുക്കിടയാകണം. നമ്മുടെ കർത്താവിൽ നാം സന്തോഷിപ്പാൻ ഒരുങ്ങുമെങ്കിൽ, സന്തോഷിച്ചുല്ലസിക്കുന്നവരായി തീരുമെങ്കിൽ തീർച്ചയായിട്ടും ദൈവമക്കളെ നിത്യതയുടെ സൗഭാഗ്യം നാം ദൈവത്തിൽ നിന്ന് പ്രാപിക്കുവാനിടയാകും. ദൈനംദിന ജീവിതത്തിന്റെ പ്രശ്നങ്ങളെ, പ്രയാസങ്ങളെ ഒക്കെ തരണം ചെയ്ത് നമ്മുടെ ആത്മീക ജീവിതയാത്രയിൽ നാം ഉല്ലാസത്തോടെ, ഉത്സാഹത്തോടെ മുൻപോട്ട് പോകുന്നവരായി തീരുമെങ്കിൽ 2 അനുഭവങ്ങളിൽ നമുക്ക് ആത്മീക പ്രത്യാശ നൽകുന്ന വചനത്തെ നമുക്ക് കാണുവാൻ കഴിയും. ഒന്ന്, യെശയ്യാ പ്രവചനത്തിൽ നാം വായിക്കുന്നു. എന്താണ്? യഹോവയാൽ വീണ്ടെടുക്കപ്പെട്ടവർ ഉല്ലാസഘോഷത്തോടെ സിയോനിലേക്ക് ചെല്ലുവാനിടയാകും. അവർ സന്തോഷവും ഉല്ലാസവും പ്രാപിക്കുമെന്നാണ്. അവരുടെ തലമേൽ നിത്യാനന്ദമുണ്ടായിരിക്കുമെന്നാണ്. സിയോനിലേക്കുള്ള ജീവിതയാത്രയിൽ എപ്പോഴും സന്തോഷിക്കുന്നവർ അവരാരാണ്? വീണ്ടെടുക്കപ്പെട്ടവരാണ്. വീണ്ടെടുക്കപ്പെട്ട ദൈവപൈതലിന്റെ ജീവിതത്തിൽ രക്ഷയെ അനുഭവമാക്കി അവകാശമാക്കിയ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അവനെപ്പോഴും കർത്താവിൽ സന്തോഷിച്ചുകൊണ്ട് ഉല്ലാസഘോഷത്തോടെ ജീവിക്കുവാനിടയാകും. ആ ഉല്ലാസഘോഷം അവനെ സിയോനിൽ കൊണ്ടുചെന്ന് എത്തിക്കുവാനിടയാകുമെന്നാണ്. സിയോനിലേക്ക് ചെല്ലുമ്പോൾ നാം കാണുന്ന മറ്റൊരു അനുഭവമുണ്ട്. എന്താണ്? വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൽ മറ്റൊരു സന്തോഷത്തിന്റെ ശബ്ദമോടെ മുഴങ്ങി കേൾക്കുന്നു. എന്താണത്? നാം സന്തോഷിച്ച് ഉല്ലസിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്ക. കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ, തൻ്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ, ഈ ലോക ജീവിതത്തിൽ, ഈ അക്ഷരീക ജീവിതത്തിൽ നാം എപ്പോഴും സന്തോഷിക്കുന്നവരാകുമെങ്കിൽ, എപ്പോഴും കർത്താവിൽ സന്തോഷിക്കുന്നവരാകുമെങ്കിൽ, വീണ്ടെടുക്കപ്പെട്ടവരായി ദൈവസന്നിധിയിലേക്ക്, സിയോനിലേക്കുള്ള നമ്മുടെ ജീവിതയാത്രയിൽ നാം എപ്പോഴും സന്തോഷിച്ചുല്ലസിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് നിത്യാനന്ദം തലമേലുള്ളവരായി. വാക്ക് ശ്രദ്ധിക്കണേ, എന്താണ്? നിത്യാനന്ദം അവരുടെ തലമേൽ ഉണ്ടായിരിക്കുമെന്നാണ്. എപ്പോഴും നിത്യമായൊരു സന്തോഷം. ആ സന്തോഷം തലമേലുള്ള വീണ്ടെടുക്കപ്പെട്ടവർ സിയോനിലേക്ക് ചെല്ലുമ്പോൾ അവിടെ അവർക്ക് വിശേഷപ്പെട്ട ഒരു ഉന്നതമായ സന്തോഷം വെച്ചിരിക്കുന്നു. എന്താണ്? സ്വർഗനിവാസികൾ എല്ലാവരും കൂടെ ചേർന്ന് പറയുകയാണ്, നാം സന്തോഷിച്ചുല്ലസിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്ക്. കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ. പ്രിയന്മേൽ ചാരിക്കൊണ്ട് മരുഭൂമിയിലൂടെ വരുന്നോൾ ഇവരാണെന്ന് ചോദിക്കുമ്പോൾ ആ മണവാട്ടിയെ സന്തോഷത്തോട് മരുഭൂമിയുടെ കഷ്ടങ്ങളെ സഹിച്ചുകൊണ്ട്, മരുഭൂമിയുടെ പ്രയാസങ്ങളെ സഹിച്ചുകൊണ്ട്, എല്ലാ ബുദ്ധിമുട്ടും സഹിച്ചുകൊണ്ട്, പ്രിയന്മേൽ ചാരിക്കൊണ്ട്, അഥവാ കർത്താവിൽ സന്തോഷിച്ചുകൊണ്ട് മരുഭൂമിയിൽ നിന്ന് വരുന്നോരിവളാരെന്ന് സ്വർഗം സന്തോഷത്തോടെ കണ്ടുണർന്ന് ഉത്സാഹത്തോടെ ഉല്ലാസഘോഷത്തോടെ പറവാനിടയാകും. ഇതാ കുഞ്ഞാടിന്റെ കാന്ത, കർത്താവിന്റെ മണവാട്ടി ഒരുക്കപ്പെട്ടവളായി വന്നിരിക്കുന്നു. അവൾ ഉല്ലാസഘോഷത്തോടെ വന്നിരിക്കുന്നു. ആകയാൽ നമുക്കും സന്തോഷിച്ചുല്ലസിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കുക. കുഞ്ഞാടിന്റെ കല്യാണ ദിവസമായി. എത്ര പേർക്ക് ആ സന്തോഷം അനുഭവിപ്പാൻ ഭാഗ്യം ലഭിക്കും? എത്ര പേർക്ക് നിത്യതയിലെ ആ സൗഭാഗ്യം പ്രാപിപ്പാൻ അവസരം കിട്ടും? ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ കർത്താവിൽ സന്തോഷിച്ചുല്ലസിച്ചുകൊണ്ട് എപ്പോഴും നമ്മുടെ ആത്മമണവാളനായ കർത്താവിൽ സന്തോഷിച്ചുല്ലസിച്ചുകൊണ്ട് ഉല്ലാസഘോഷത്തോടെ ജീവിപ്പാൻ നമുക്കിടയാകുമെങ്കിൽ തീർച്ചയായിട്ടും ആ കർത്താവിങ്കലെ സന്തോഷം നമുക്ക് ബലമായി തീർന്നിട്ട് നാം മേൽക്കുമേൽ ബലം പ്രാപിച്ചവരായി മാറിയിട്ട് സിയോനിൽ ദൈവസന്നിധിയിൽ ചെന്നെത്തുവാനിടയാകും. നിത്യതയിൽ കർത്താവിൻ്റെ അടുക്കൽ ചെന്നെത്തുവാനിടയാകും. കർത്താവ് നമ്മെ സന്തോഷത്തോടെ ഏറ്റുകൊണ്ട് തൻ്റെ കാന്തയായി, തൻ്റെ മണവാട്ടിയായി തന്നോടുകൂടെ ഇരുത്തുവാൻ ഇടയാകും. ആ സ്വർഗ സൗഭാഗ്യം പ്രാപിപ്പാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കണ്ണുകളടയ്ക്കാം, മുഴങ്കാലുകളെ മടക്കാം, തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുപ്പാൻ നമുക്കിടയാകട്ടെ.
നമ്മുടെ മുൻപിൽ വയ്ക്കപ്പെട്ട സന്തോഷമെന്ന് ഓർക്കുവാൻ ദൈവമക്കളെ നമുക്കിടയാകട്ടെ. കർത്താവിൻ്റെ കാന്തയാകുവാൻ വിളിക്കപ്പെട്ട ദൈവമക്കളാണ് നാം. സിയോനിൽ ദൈവസന്നിധിയിൽ ചെന്ന് കർത്താവിനോട് കൂടെ നിത്യനിത്യമായി വാഴുവാൻ വിളിക്കപ്പെട്ടവരാണ് നാം. ആകയാൽ നമ്മുടെ ജീവിതത്തിൽ നാം കടന്നു പോകുന്ന പാത ഏതായിരുന്നാലും, ഏതനുഭവമായിരുന്നാലും, ഏതവസ്ഥകളായിരുന്നാലും, അത് നന്മയോ തിന്മയോ ആകട്ടെ, കഷ്ടമോ സന്തോഷമോ ആകട്ടെ, ദുഃഖമോ നെടുവീർപ്പോ ഉല്ലാസഘോഷമോ ഏതുമാകട്ടെ, എപ്പോഴും നമ്മുടെ കർത്താവിൽ സന്തോഷിപ്പാൻ നമുക്കിടയാകുമെങ്കിൽ, നമ്മുടെ ആത്മമണവാളനായ കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പാൻ നമുക്കിടയാകുമെങ്കിൽ, ബലം നമ്മുടെ കർത്താവിലാണെന്ന് കർത്താവ് നമ്മെ ഓർപ്പിക്കുന്നു. നമ്മുടെ ബലം നമ്മുടെ കർത്താവാണ്. കർത്താവ് നമ്മെ ബലപ്പെടുത്തുവാൻ ഇടയാകും. നമ്മേൽക്കുമേൽ ബലം പ്രാപിപ്പാൻ ഇടയാകും. സിയോനിലേക്ക്, ദൈവസന്നിധിയിലേക്ക് യാത്ര ചെയ്യുവാൻ നമുക്കിടയാകും. ധൈര്യത്തോടെ നമുക്ക് കർത്താവിൻ്റെ അടുക്കൽ ചെന്ന് ആ നിത്യമായ ആനന്ദം, എന്നേക്കുമുള്ള സൗഭാഗ്യം പ്രാപിപ്പാൻ നമുക്കിടയാകുമാകയാൽ നമ്മുടെ മുൻപിൽ വയ്ക്കപ്പെട്ടതായ സന്തോഷം ഓർത്തുകൊണ്ട് അപമാനം അലക്ഷ്യമാക്കുവാൻ ഇടയാകട്ടെ. നിന്ദകളും അപമാനങ്ങളും പരിഹാസങ്ങളും പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ അലക്ഷ്യമാക്കുവാനിടയാകട്ടെ. നമുക്ക് വെച്ചിരിക്കുന്ന ക്രൂശ് സന്തോഷത്തോടെ സഹിക്കുവാൻ, കർത്താവ് നമുക്ക് വെച്ചിരിക്കുന്ന കഷ്ടങ്ങളൊക്കെ സന്തോഷത്തോടെ സഹിക്കുവാൻ ഒരുക്കമുള്ളവരായിരുന്നു കൊണ്ട് നാം മുൻപോട്ട് ജീവിതയാത്ര നയിക്കുമെങ്കിൽ, മുൻപിൽ വയ്ക്കപ്പെട്ട സന്തോഷമോർത്ത് ഉല്ലാസഘോഷത്തോടെ സിയോനിലേക്ക് യാത്ര ചെയ്യുമെങ്കിൽ, നിത്യ സൗഭാഗ്യം അനുഭവിപ്പാൻ ദൈവം നമ്മെ സഹായിക്കും. ആകയാൽ നമുക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. എപ്പോഴും കർത്താവിൽ സന്തോഷിച്ചുല്ലസിച്ച് ദൈവനാമത്തിന് മഹത്വമായി ജീവിച്ച് മേൽക്കുമേൽ ബലം പ്രാപിച്ച് അനുഗ്രഹിക്കപ്പെട്ടവരായി തീരുവാൻ നമുക്കെല്ലാവർക്കും കർത്താവ് ഇടയാകട്ടെ.